സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകമായ മറ്റൊരു ക്രിസ്മസ് കൂടി വന്നെത്തുകയായി. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ തെളിയുന്നത് ഉണ്ണിയേശുവിൻ്റെ രൂപമാണ്. സർവശക്തനായ ദൈവം മനുഷ്യരൂപം ധരിച്ച് ഒരു ശിശുവായി എളിയവരിൽ എളിയവനായി കാലിത്തൊഴുത്തിൽ വന്നു പിറന്നതിൻ്റെ ഓർമ്മയാണല്ലോ ക്രിസ്മസ്. എന്താണ് ക്രിസ്മസ് എന്ന വാക്കിന് അർത്ഥം? ക്രിസ്റ്റസ്, മാസ് എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. ഈ വാക്കുകളുടെ അർത്ഥം ക്രിസ്തുവിൻ്റെ കുർബാന എന്നാണ്. ക്രിസ്തുവിൻ്റെ ജന്മദിനമാണ് ലോകമെമ്പാടും ക്രിസ്മസ് ആയി നാം ആഘോഷിക്കുന്നത്. എന്നാണ് ക്രിസ്തു ജനിച്ചത്? ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് BC 4-നും 6-നും ഇടയ്ക്കാണ് ക്രിസ്തു ജനിച്ചത് എന്നാണ്. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിച്ചതോടെയാണ് റോമ സാമ്രാജ്യത്തിൽ ഡിസംബർ 25 ക്രിസ്മസ് ആയി ആഘോഷിക്കുവാൻ തുടങ്ങിയത്. ക്രിസ്തു മതത്തിലെ മിക്ക ഗ്രൂപ്പുകളിലും ഡിസംബർ 25 തന്നെയാണ് യേശുവിൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്നത്. ചുരുക്കം ചില പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളിൽ ജനുവരി 6 യേശുവിൻ്റെ ജന്മദിനമായി ആചരിക്കുന്നുണ്ട്. വിസ്മയങ്ങളുടെ ആഘോഷമാണ് ക്രിസ്മസ്. യേശുവിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും വിസ്മയത്തോടും അത്ഭുതത്തോടും കൂടി മാത്രമേ നോക്കിക്കാണാനാവൂ. അവിടുത്തെ ജന്മവാർത്ത വിളിച്ച് അറിയിച്ചുകൊണ്ട് ദിദൂതൻ പ്രഘോഷിച്ചു, ഇതാ സകലജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജനനം ലോക ചരിത്രത്തിൽ തന്നെ രണ്ടായി മാറ്റിയ ചരിത്ര സത്യമാണ്. ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും. വേറൊരു മതത്തിലും അവരുടെ ദൈവം ഇത്രയും ദരിദ്രനായി ഒരു കാലിത്തൊഴുത്തിൽ ജനിക്കുന്നില്ല. നിസ്സാരനായി മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായാണ് ക്രിസ്തുവിൻ്റെ ജനനം. നമ്മുടെ പൂർവികരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ജ്ഞാനികളും കൊതിയോടെ കാത്തിരുന്നതാണ് ക്രിസ്തുവിൻ്റെ ജനനം. പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം മനുഷ്യരിടയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മ. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനുവൽ എന്ന വാക്കിന് അർത്ഥം തന്നെ ദൈവം നമ്മുടെ കൂടെ എന്നാണ്. ദൈവം മനുഷ്യരുടെ കൂടെ, മനുഷ്യനോടൊപ്പം വസിക്കുന്ന വിസ്മയമാണ് ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ മറ്റൊരു പ്രത്യേകത അത് പരിഗണനയുടെ ആഘോഷമാണ്. പരിഗണന എന്ന് പറഞ്ഞാൽ സ്വന്തം സുഖവും സന്തോഷവും മാറ്റിവെച്ച് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ കണ്ണിരുപ്പാനുമുള്ള ഒരു മനോഭാവമാണ്. ഈ പരിഗണനയാണ് ഈ ക്രിസ്മസ് നാളിൽ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ ക്രിസ്മസ് നാളിൽ നമുക്കും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും വേദനകളിലും സന്തോഷത്തിലും പങ്കുചേർന്ന് പരിഗണനയുടെ ഉണ്ണിയേശുവായി ഇറങ്ങിച്ചല്ല. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഉണവ് 2025 ഭാഗമായി തോട്ടകം സെൻറ്റ് ഗ്രിഗോറിയസ് പള്ളിയിലെ വിശ്വാസ പരിശീലന വിഭാഗം തയ്യാറാക്കുന്ന മംഗളവാർത്ത വീഡിയോ സന്ദേശം ഇന്നു മുതൽ ഡിസംബർ 25-ാം തീയതി വരെ വൈകിട്ട് 8 മണിക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും യൂട്യൂബിലും ലഭിക്കുന്നതാണ്. സ്നേഹ ആശംസകളോടെ നിങ്ങളുടെ വികാരി അച്ഛൻ.